Very beautiful film. Leo Das. Master of mind. വീണ്ടും ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ലിയോ റിലീസ് ചെയ്തത്. അപ്പോൾ പടം കണ്ടപ്പോൾ 2023 എന്താണോ വളരെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവ്സിന്റെ കൂടെ കാണാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? പൊളി 2 വർഷം കഴിഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഡേനേക്കാളും ഇപ്പൊ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ക്രൗഡിന്റെ ഫാൻസിന്റെ ഒപ്പം ഇരുന്ന് കാണുമ്പോഴാണ് അതിന് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ആക്ച്വലി വിജയുടെ പടം ശരിക്കും റിലീസ് ഉള്ളതാണ് ലൈക്ക് ദീപാവലിക്ക്. ബട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫാൻസിന് ഒരു ട്രീറ്റ് കൊടുക്കണമായിരുന്നു. സോ ഞങ്ങൾ പ്രിയപ്പെട്ട ചെയ്തു. സൂപ്പർ. എങ്ങനെയാണ് വീണ്ടും ഫാൻസിലോടൊക്കെ കാണുന്ന ഒരു ഫീല് തന്നെയാണ് ഇപ്പോഴും. ഒരു രസമുണ്ട്. നമുക്ക് വിജയുടെ പടം ഇനി അധികം കാണാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു വൈബിൽ ഞാനും വന്നതാ. കൊള്ളാം, നല്ല രസമുണ്ട്. വിജയുടെ എക്സ്പീരിയൻസ് തകർത്തു. സിനിമ ഇറങ്ങിയ കാലത്തോട്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഷോ കാണുന്നത് ഒരു രക്ഷയില്ല. റെയിൽവേ ചാനലിൽ കേട്ടില്ല. അന്നപ്പടം എനി ടൈം ഫസ്റ്റ് ടൈം TVK just CM 2026 തമിഴ്നാട്. എക്സ്പീരിയൻസ് 19 நல்ல எக்ஸ்பெக்டேஷன் எந்த படம் போட்டால் எக்ஸ்பெக்டேஷன் எப்போவுமே இன்னொரு வாட்டி பார்க்கலாம். വിജയുടെ പടം കൊള്ളാം. സൂപ്പർ എക്സ്പീരിയൻസ്. തൊണ്ട വരെ പോയി അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. ലൊക്കേഷൻ്റെ പീക്ക് പണ്ടല്ലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ല. ആദ്യം കൂടെ ഒരു സെറ്റ് ആയിരിക്കും ഇത് പടം. ഒരു രക്ഷയില്ല. അണ്ണന് ആക്ടിങ്ങും ഒരു രക്ഷയില്ല. സൂപ്പറാണ്. നല്ല തിയേറ്റർ ഫാൻസ് എല്ലാം അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളായിരുന്നു. ഫസ്റ്റ് ഡേ വന്ന പോലെ എഫക്ട് തന്നെ ഫസ്റ്റ് കണ്ട പടമാണ്. ഒരു ലിയോ ലുക്ക് ഉണ്ടല്ലോ. ഒന്നും പറയല്ലേ. എല്ലാം പഴയ പണിയായിരുന്നു. സൂര്യ ആരാധകൻ എന്ന രീതിയിലും ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. ദളപതി അദ്ദേഹത്തിന്റെ ഞാനിത് റിലീസിന് അന്ന് തന്നെ കണ്ടൊരു പടമാണ്. ആദ്യ ദിവസം തന്നെ ഇപ്പൊ വീണ്ടും വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നന്നായിട്ട് എൻജോയ് ചെയ്തു. പൂരപ്പറമ്പ് തന്നെയാണ്. അതുപോലെ അവനുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇനി വീണ്ടും വരും. ഏതിറക്കിയാലും വരും. അടുത്തത് ഇറക്കുന്ന വേട്ടക്കാരൻ ഇറക്കണമെന്നാണ് ആഗ്രഹം. ഉറപ്പായിട്ടും വരും. സൂപ്പർ റോളക്സ് ഒക്കെ ഒന്ന് പൊളിയായിരുന്നു. സെറ്റ് പോയി കാണണം. രോമാഞ്ചം. സിനിമ വിജയണ്ണ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷം. ഇദ്ദേഹമാണ് ഇതിന്റെ മെയിൻ. വളരെ സന്തോഷം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയാണ് ഫാൻസിന്റെ കൂടെ വീണ്ടും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ റെഡിയായിട്ട് വന്നപ്പോൾ കിടിലായിരുന്നു. സൂപ്പർ. മോഹന് വേണ്ടിയാണ് വന്നത്. ഗണപതി മാസ് കിടിലം. പിന്നെ ഫൈറ്റ് ഒക്കെ പൊളി. ഡാൻസിന്റെ കാര്യം പറയണ്ടല്ലോ. കിടിലം. സിനിമ ഒന്നും പറയില്ല. ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത് 2 വർഷം മുന്നേ ഇറങ്ങിയപ്പോൾ ഞാൻ എറണാകുളത്ത് അതിന് ഫസ്റ്റ് ഷോ ഉണ്ട്. ഈ ഷോ കാണാനായിട്ട് എറണാകുളത്ത് തന്നെ ഇവിടെ വന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയസ് ബസ്സിൽ ഒരു സിനിമയിൽ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരാളുടെ സിനിമ കാണാൻ പറ്റി ഭയങ്കര എക്സ്പീരിയൻസ്. സൂപ്പറായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെ അന്ന് എന്ത് വൈബായിരുന്നു അതേ വൈബ് ഇന്നും കിട്ടി ഞങ്ങൾക്ക്. പൊളിയായിരുന്നു ഇന്ന് ദിവസം. ഇതൊക്കെ റിലീസാന്ന് പറയേ. പൊളിയായിരുന്നു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പീക്ക് ലെവലാണ് സിനിമ. ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ലിയോ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഫസ്റ്റ് ഡേ തന്നെ റെക്കോർഡ് പൊട്ടിച്ചിട്ടുള്ള സിനിമയാണ്. ഏത്
കേരളത്തിൽ ഒരു റെക്കോർഡ് പൊട്ടിച്ച സിനിമയായിരുന്നു. അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് വേറെ സിനിമ വരും. വീണ്ടും റീ റിലീസ് ചെയ്തപ്പം സന്തോഷമുണ്ട്. പിന്നെ നല്ല ശബ്ദമൊക്കെ പോയിരിക്കണം. ശബ്ദം കണ്ടില്ലേ, ഫുള്ള് പോയി എന്ന് വെച്ചാൽ അത്രയ്ക്ക് പോയിരുന്നു അകത്ത്. എന്ന് വെച്ചാൽ അവിടെ തിയേറ്ററ് നമ്മൾ പവറാക്കി വെച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയേക്കുന്നത്. അടിപൊളി, ഒരു രക്ഷ എന്നാണ് രക്ഷയില്ല. ഞാനിത് ഏറ്റവും ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി നേരത്തെ റിവ്യൂ എടുത്തത്. ആ കൊച്ചിന്റെ വയ്യാത്തൊരു കുട്ടിയാണ്, കൈയും കാലം നടന്നത്. പക്ഷേ ആ ഒരു വിജയ് എന്ന് പറഞ്ഞ നടന്റെ ഒരു പടം വന്നപ്പോൾ ആ കൊച്ചു അദ്ദേഹത്തിന്റെ ഡാൻസ് കളിച്ചാൽ കാണുന്നത്. അതായത് ഒരു അസുഖം പോലും മാറ്റി വെച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം ഞാൻ മുമ്പ് വീഡിയോ ഇട്ടപ്പോഴും കുറേ പേര് സൂര്യ ഫാൻസ് ഒന്ന് ബാഡ് കമന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കത് വിഷയമില്ല, കാരണം നമുക്ക് എപ്പോഴും തളപതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വികാരമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന സെയിം കാര്യം തന്നെയാണ്. കരൂര് വിഷയമായപ്പോൾ എന്നെ പറ്റി ഒരുപാട് നെഗറ്റീവ് അടിച്ച കുറേ അവന്മാരുണ്ട്. അവന്മാർക്കൊക്കെ ഈ നെഗറ്റീവ് അടിക്കാൻ മാത്രമേ പറ്റൂ. പിന്നെ പടം ഇറക്കി പറ്റും ബ്രോ. തിയേറ്ററിനകത്ത് ഇനി പൂരപ്പറമ്പെന്നല്ല തൃശ്ശൂർ പൂരം കണക്കാക്കിയിട്ടുണ്ട് എല്ലാം കൂടെ. കാര്യം അത്രയ്ക്ക് എനർജറ്റിക് ആയിരുന്നു എല്ലാവരും. നല്ല ഹാപ്പിയാണ്, നല്ല അണ്ണം പൊളിച്ചടിക്കും. ഇനി ഇതുപോലെ അടുത്ത നമുക്കൊക്കെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടക്കാരൻ സിനിമ റീ റിലീസ് പറഞ്ഞതാണ് ആഗ്രഹം. അത് ഉടനെ ഉണ്ടാവുന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അണ്ണം പൊളിച്ചു. കാരണം പറയാനില്ല, തളപതി എന്നും ഒരേ ലെവൽ, അവിടുത്തെ തട്ടെന്നും പൊങ്ങി തന്നെ നിൽക്കുന്നു.